വടക്കൻ ഗസയിലെ അവസാന ആശുപത്രിയും ഇസ്രായേൽ തകർക്കുന്നു. കമാൽ അദ്വാൻ ആശുപത്രിയിൽ കൂട്ടക്കൊല നടത്തുകയാണ് ഇസ്രായേൽ. ആക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു. ആശുപത്രിയിലുള്ളത് 75 ഗുരുതര രോഗികളാണ്. ഇസ്രായേലിലെ ടെലവീവിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂത്തികൾ അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹേൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുഹേൽ, ഈ ആദ്യം മുതൽ തന്നെ ഗസയിൽ യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ സുഹേൽ അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഓരോ ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അവസാന ICU അടക്കം തകർത്തത് ഗസയിലുള്ള. ഇതിപ്പോൾ ആശുപത്രികൾക്ക് നേരെ വീണ്ടും ആക്രമണം തുടരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സ്നേഹ, ഇസ്രായേൽ ഗസയെ രണ്ടാക്കി പകുത്തു മാറ്റിയിരിക്കുകയാണ്. വടക്കൻ ഗസയും അതേപോലെ തന്നെ തെക്കൻ ഗസയുമായി. ഈ വടക്കൻ ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. അതിലേറ്റവും പ്രധാനമാണ് അവിടുത്തെ ആശുപത്രികൾ തകർക്കുക എന്നുള്ളത്. എല്ലാ ആശുപത്രികളെയും ഇസ്രായേൽ വടക്കൻ ഗസയിൽ തകർത്ത് കഴിഞ്ഞു. അവശേഷിക്കുന്നത് ഒരൊറ്റ ഹോസ്പിറ്റൽ മാത്രമായിരുന്നു. അത് കമാൽ അദ്വാൻ ആശുപത്രിയായിരുന്നു. ആ ആശുപത്രിക്ക് നേരെ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുകയും ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയും രോഗികളെയും എല്ലാം കൊന്നൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എല്ലാ രോഗികളെയും പുറത്തേക്കിറക്കി ഇപ്പോൾ ആശുപത്രി തന്നെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിരന്തരമായി ബോംബിടുന്നു. ആകെ 50 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇനി അവശേഷിക്കുന്ന രോഗികൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇപ്പോൾ മാർഗമില്ല. കമാൽ അദ്വാൻ ആശുപത്രിയുമായുള്ള എല്ലാ ബന്ധവും, ഫോൺ ബന്ധവും ഇന്റർനെറ്റ് ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ പൂർണ്ണമായും അത് തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് കമാൽ അദ്വാൻ ആശുപത്രിയിൽ അവസാനമായി സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കില്ല എന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. സ്വാഭാവികമായും നേരത്തെ അഷിഫ ആശുപത്രിയിലും അതേപോലെ തന്നെ മറ്റെല്ലായിടത്തും സംഭവിച്ചതുപോലെ തന്നെ പൂർണ്ണമായി രോഗികളെ എവിടേക്കെങ്കിലും കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പൂർണ്ണമായും ഇപ്പോൾ ആ ആശുപത്രി ഇല്ലാതെയാകുന്നു. നമുക്കറിയാം, ജബാലിയ അടക്കമുള്ള, ബൈത്തുലാഹി അടക്കമുള്ള പ്രധാനപ്പെട്ട വലിയ നഗരങ്ങൾ, ആ നഗരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇടമായിരുന്നു കമാൽ അദ്വാൻ ആശുപത്രി ഉൾക്കൊള്ളുന്ന ഇടം. ആ സ്ഥലത്തുള്ള മുഴുവൻ ആളുകളെയും കുറേ സമയമായി, കുറേ മാസങ്ങളായി ഇസ്രായേൽ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലെങ്കിലും അവശേഷിക്കുമ്പോഴാണ് അവിടെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുക. അതും ഇല്ലാതെയാകുന്നതോടുകൂടി എല്ലാവരും വടക്കൻ ഗസ വിടും എന്നുള്ള ഒരു കണക്കുകൂട്ടിലാണ് ഇസ്രായേൽ ഉള്ളത്. അതിൻ്റെ അവസാനത്തെ ഒരു ശ്രമം എന്ന നിലയിലാണ് ഇപ്പോൾ രോഗികളെ മുഴുവൻ, ഗുരുതരമായ രോഗികൾ, ക്യാൻസർ രോഗികൾ, അതേപോലെ തന്നെ പൂർണ്ണമായും തകർന്ന ശരീരം തകർന്നു പോയ ആളുകൾ, ഗുരുതരമായി പരിക്കേറ്റവർ, ഇങ്ങനെയുള്ള ആളുകൾ മാത്രമേ അവിടെ നിലവിൽ അവശേഷിച്ചിരുന്നുള്ളൂ. അങ്ങനെയുള്ള 75 ഗുരുതര രോഗികളും അവരെ പരിപാലിക്കുന്ന നഴ്സുമാരും ഡോക്ടർമാരും അടക്കമുള്ള 350 പേരാണ് ആകെ അവിടെ ഉണ്ടായിരുന്നത്. അവരെ മുഴുവൻ ഇപ്പോൾ ICUയിൽ നിന്നും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ബെഡിൽ നിന്നും പുറത്തേക്കിറക്കി ഒരു കോർട്ട്യാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ് അവസാനം ലഭിച്ച റിപ്പോർട്ടുകൾ. അവിടെ നിന്നും എന്താണ് ഇവരെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ അഷിഫ ആശുപത്രിയിലെല്ലാം നമ്മൾ കണ്ടത് ആ രോഗികളെ അടക്കം കൊണ്ടുപോവുകയും അവർ എവിടെയാണ് എന്നറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഗസ സിറ്റിയിൽ അഷിഫ ആശുപത്രിയിൽ കണ്ടിരുന്നത്. അതിന് സമാനമായ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന വലിയ ആശങ്ക മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹൂത്തികളും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. ഇന്നലെയാണ് യമനിൽ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തുന്ന സമയത്ത് WHO തലവൻ ടെഡ്രോസ് അഥനോം അടക്കം എയർപോർട്ടിലുണ്ടായിരുന്നു. WHO വിവിധ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അതിനൊരു തിരിച്ചടി ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നാണ് ഹൂത്തികൾ പറയുന്നത്. അവർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഹൂത്തികളുടെ ഒരു മിസൈൽ ടെലവീവിൽ പതിച്ചിരിക്കുകയാണ്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നത്. എന്തായിരുന്നാലും വിവിധ പോർമുഖങ്ങൾ ഒന്നിച്ചു തുറക്കുകയാണ് ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ യമനിൽ മുഴുവൻ ഹൂത്തികളുടെ നേതാക്കളെയും കൊല ചെയ്യും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഹമാസിൻ്റെയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെയും നേതാക്കളെ, ഹിസ്ബുള്ളയുടെ നേതാക്കൾ, ഈ 3 നേതൃനിരയെയും ഇസ്രായേൽ തകർത്തു എന്ന് പറയുന്ന ഒരു അവകാശമാണ് ഇസ്രായേലിനുള്ളത്. അവസാനമായി ഹൂത്തികളെ കൂടി തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. ശരി സുഹേൽ, വടക്കൻ ഗസയിലെ അവസാന ആശുപത്രിയും ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. 75-ലധികം ഗുരുതരമായ രോഗികളാണ് അവിടെയുള്ളത്. 50-ലധികം പേർ നിലവിൽ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് നിലവിൽ വിവരങ്ങളൊന്നും ലഭിക്കാനുള്ള സാഹചര്യമില്ല. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹേൽ വിവരങ്ങൾ പങ്കുവച്ചത്. വടക്കൻ ഗസയിലെ അവസാന ആശുപത്രിയും ഇസ്രായേൽ തകർക്കുകയാണ്. കമാൽ അദ്വാൻ ആശുപത്രിയിൽ ഇപ്പോൾ കൂട്ടക്കൊല നടത്തുകയാണ് ഇസ്രായേൽ. ആക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു. ആശുപത്രിയിലുള്ള 75-ലധികം ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ് ആശുപത്രിയിലുള്ളത്. ഇസ്രായേലിലെ തെൽ അവീവിൽ
മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂത്തികളും അവകാശപ്പെട്ടിട്ടുണ്ട്. സുഹേലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.